പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. നമുക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. ഇന്ന് മാർച്ച് മാസം 20-ാം തീയതിയാണ്. എത്ര പെട്ടെന്ന് ദിവസങ്ങളിങ്ങനെ പോകുന്നല്ലേ പ്രിയപ്പെട്ട സഹോദരങ്ങളെ. ദൈവം എത്രമാത്രം നമ്മെ കരുതുന്നുണ്ട്, ദൈവം എത്രമാത്രം നമ്മെ സ്നേഹിക്കുന്നുണ്ട്. കർത്താവിൻ്റെ സ്നേഹത്താൽ നിറയാനായിട്ട് ആഗ്രഹിക്കാം. ഈ പ്രഭാതത്തിൽ കർത്താവേ, അങ്ങയുടെ സ്നേഹത്താൽ എന്നെ നിറയ്ക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഇന്ന് പഠിക്കുന്ന വചനം സങ്കീർത്തനം 130-ാം അധ്യായമാണ് നാം പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ 7-ാമത്തെ വചനമാണ്. ഇങ്ങനെയാണ് പറയുന്നത്: പ്രഭാതത്തിന് വേണ്ടി കാത്തിരിക്കുന്ന കാവൽക്കാരേക്കാൾ ഇസ്രായേൽ കർത്താവിനെ കാത്തിരിക്കട്ടെ. എന്തെന്നാൽ കർത്താവ് കാരുണ്യവാനാണ്, അവിടുന്ന് ഉദാരമായി രക്ഷ നൽകുന്നു. പ്രഭാതത്തിന് വേണ്ടി കാത്തിരിക്കുന്ന കാവൽക്കാരേക്കാൾ ഇസ്രായേൽ കർത്താവിനെ കാത്തിരിക്കട്ടെ. എന്നിട്ട് പറയുകയാണ്, കർത്താവ് എന്തെന്നാൽ കർത്താവ് കാരുണ്യവാനാണ്, അവിടുന്ന് ഉദാരമായി, കുറച്ചൊന്നുമല്ല, ക്ഷമിക്കുന്നവനാണ്, ഉദാരമായി രക്ഷ നൽകുന്നവനാണ്. എന്നെ രക്ഷിക്കാൻ കഴിവുള്ള വലിയ കരം കർത്താവിൻ്റെ പക്കലുണ്ട്. എത്ര സന്തോഷമുള്ള കാര്യമല്ലേ? ആ ബോധ്യത്തോടെ വേണം കർത്താവെ, അഗാധത്തിൽ നിന്ന് ഞാൻ നിന്നെ വിളിക്കുന്നു എന്ന് പറയാനായിട്ട്. എന്നെ പാപത്തിൻ്റെ പടുകുഴിയിൽ നിന്ന്, എൻ്റെ പാപ സാഹചര്യങ്ങളിൽ നിന്ന്, എൻ്റെ തീരാ വീഴ്ചയിൽ നിന്ന് എന്നെ കരകയറ്റണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവെ, അഗാധത്തിൽ നിന്ന് ഞാൻ നിന്നെ വിളിച്ചപേക്ഷിക്കുന്നു. ഇതായിരിക്കണം നമ്മുടെ പ്രാർത്ഥന. നാം പ്രാർത്ഥിക്കുമ്പോൾ, കർത്താവെ, അങ്ങ് ഉദാരമായി രക്ഷ നൽകുന്നവനാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു പറയണം. കർത്താവ് കാരുണ്യവാനാ. എൻ്റെ കീ പോയിന്റ് അതാണ്. കർത്താവ് കാരുണ്യവാനാണ്, അവിടുന്ന് ഉദാരമായി രക്ഷ നൽകുന്നു. ഓ ഇസ്രായേൽ, ഹെൽപ്പ് ഇൻ ദ ലോർഡ്, ഫോർ വിത്ത് ദ ലോർഡ് there is steadfast love, and with him is great power to redeem. There is great power to redeem. നമ്മെ രക്ഷിക്കാൻ കഴിവുള്ള ഒരു വലിയ കരം കർത്താവിൻ്റെ പക്കലുണ്ട്. അവിടുത്തെ കരം ബലമുള്ള കരമാണ്. നമ്മെ രക്ഷപ്പെടുത്താൻ, പാപത്തിൻ്റെ പടുകുഴിയിൽ നിന്ന്, പാപ സാഹചര്യങ്ങളിൽ നിന്ന് കർത്താവെ എന്നെ രക്ഷിക്കണമേ നമുക്ക് പ്രാർത്ഥിക്കാം. ഇന്നത്തെ ദിവസം പ്രത്യേകമായിട്ട് ആഗ്രഹിച്ച്, കർത്താവ്, ഒരു പാപത്തിലും ചെന്ന് വീഴാൻ, എന്നെ കുഞ്ഞു പാപങ്ങൾ പോലും ചെയ്യാൻ എന്നെ അനുവദിക്കല്ലേ എന്നെല്ലാവരും പ്രാർത്ഥിക്കണം. വിശുദ്ധിയോട് ജീവിക്കാൻ എന്നെ സഹായിക്കണമേ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുക. ദൈവം അനുഗ്രഹിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടാകട്ടെ. ആമേൻ.